പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് രണ്ട് കൈയുണ്ടായിട്ട് തന്നെ പുറത്തെവിടെയെങ്കിലുമൊക്കെ മാന്തണ്ടതും ചൊറിയേണ്ടതൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എത്താത്ത സ്ഥലങ്ങളുണ്ടല്ലേ, പുറത്തൊക്കെ എത്തില്ല. അപ്പോൾ ഞാൻ ഇന്നേ മറ്റേ അഫാൻ്റെ വീഡിയോയിൽ ആ വീഡിയോ കണ്ടപ്പം രണ്ട് കൈയും വിലങ്ങ് വെച്ചിട്ട്, കുറ്റവാളികളെല്ലാം അങ്ങനെ തന്നെ രണ്ട് കൈയും വിലങ്ങ് വെച്ചിട്ട് പാവത്താനെ പോലെ നടക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ച് കുട്ടിക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? രണ്ട് കൈയും കൂട്ടിക്കെട്ടി വെച്ചേക്കുക. ഇപ്പം അവന് കുറ്റബോധം വേണ്ടിയിരുന്നില്ല എന്ന്. ഉമ്മാനെ ഫസ്റ്റ് കഴുത്ത് ഞെരിച്ചിട്ട് കഴിഞ്ഞപ്പം അത് ചത്തു എന്ന് വിചാരിച്ചു. ഉമ്മ അങ്ങനെ ചത്താൽ ശരിയാവില്ല. ഉമ്മയ്ക്ക് ഇനിയുമുണ്ട് ഭൂമിയിൽ ജീവിക്കണം. ഉമ്മ അനുഭവിച്ച് തീർക്കാനുള്ളതൊക്കെ തീർക്കണം. ഇതേമാതിരി ഒരു മോനെ പെറ്റ് വളർത്തി ഇത്രയും ആക്കിയില്ലേ. ഇതാണ് ഞാൻ പല വീഡിയോസിലും പറയുന്നത്, വളർത്തു ദോഷം. കരിയിലെടുക്കേണ്ട പ്രായത്തിൽ അതെടുക്കാനായിട്ട് പഠിപ്പിക്കണം. ഉപ്പ വിദേശ രാജ്യത്ത് പോയി കഷ്ടപ്പെട്ട്, അപ്പോൾ ഒരു ഗൾഫുകാരൻ്റെ ഭാര്യയാണ്. ആ ഒരു പത്രാസിലൊക്കെ ജീവിക്കണ്ടേ. മോനെയൊന്നും പണിക്കൊന്നും വിടാണ്ട് ഇങ്ങനെ മിനുക്കി വെച്ച് ഇതാ ഇപ്പോൾ 2 ലക്ഷം രൂപയുടെ ബൈക്കാണ് ഈ അടുത്ത കാലത്ത് വാങ്ങിക്കൊടുത്തത്. കടവും കടത്തിൻ്റെ കൂടും. എങ്ങനെ കടങ്ങൾ വരണേ? തിന്നിട്ട് തന്നെ നമ്മുടെ വയറെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, വെരും കടല. അതും നല്ല നാവിന് ടേസ്റ്റായിട്ടുള്ള ഹോട്ടൽ ഫുഡൊക്കെ കഴിച്ചാലേ അടിപൊളിയാ. ആ പാവം പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് 200 രൂപ ലാസ്റ്റ് വാങ്ങിച്ച് പെട്രോൾ അടിക്കാൻ അതിൽ 100 രൂപ. മോശം. ഒരാ ഉമ്മയും മോനും കൂടി 100 രൂപയുടെ ഫുഡ് അടിച്ചു. എന്തിന്? അയൽവാസി ബന്ധുവിൻ്റെ വീട്ടിൽ ഒരു 50 ലക്ഷം രൂപ ചോദിക്കാൻ പോയതാണ്. കാരണം നാളെ 50 ലക്ഷം ഒരാൾക്ക് കൊടുക്കേണ്ട ഡേറ്റാണ്. അപ്പോൾ അത് കൊടുക്കാൻ ഉമ്മയും മോനും കൂടി ഈ 2 ലക്ഷത്തിൻ്റെ ബൈക്കിൽ കയറി ഈ കാമുകി എന്ന 200 രൂപയും പോക്കറ്റിലിട്ട് അതിൽ 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് 100 രൂപയ്ക്ക് ഫുഡ് അടിച്ച് ബന്ധു വീട്ടിൽ ചെന്നു. അവർക്കിത് ഒരനുഭവമല്ല, പല അനുഭവത്തിൽ പെട്ട് കിടക്കണതാണ്. അവർ കൊടുത്തില്ല. അപ്പോൾ 5 പേരെ കൊന്നു. ഉമ്മയുടെ കഴുത്തെ പിടിച്ച് ഞെക്കി അതങ്ങനെ ഇട്ടേക്കണം. ഇനി അവനൊരു 3 പേരെയും കൂടി അവൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്ന്. അത് ചിലപ്പോൾ ഈ ലാസ്റ്റ് 50,000 കൊടുക്കാത്ത അവരാവാനാണ് സാധ്യത. എന്തായാലും അവരിതിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ജയിലിൽ ഈ കുഞ്ഞുമോൻ ഈ അഫാൻ നല്ല നടത്തിപ്പ, നല്ല സ്വഭാവം. അത് കാരണം ശിക്ഷ വല്ല ഇളവ് ചെയ്ത് കൊടുക്കാവും. പെട്ടെന്ന് അങ്ങനെ ഇറക്കി വിടുമെന്ന് അറിയില്ല. 5 പേരെയല്ലേ കൊന്നുള്ളൂ, അതൊന്നും സാരില്ല. ഇറങ്ങി വന്ന ഈ 3 പേർക്ക് സുഖം. എപ്പോൾ ഇറങ്ങി വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അടുത്ത മാസം ഇറങ്ങി വരും. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഭരണ സംവിധാനം. അപ്പോൾ നമ്മൾ മക്കളെ വളർക്കുമ്പോൾ നമുക്ക് നാളെ കിട്ടണം എന്ന് ഇവരുടെ കയ്യിൽ നിന്നും എന്ന് കിട്ടിയില്ലെങ്കിൽ പോലും ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് വേണം നമ്മൾ ഇവരെ വളർത്തിക്കൊണ്ടുവരാനായിട്ട്. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വേദനയും യാതനയൊക്കെ അറിയാതെ വളർത്തിക്കൊണ്ടുവന്നാൽ ഇതായിരിക്കും അനുഭവം വരാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ അഫാൻ്റെ കാര്യത്തിൽ തന്നെയാണ്. ജയിലിൽ കിടക്കുമ്പം മകൻ ഉമ്മയുടെ കാത് കടിച്ച് പറിച്ചെടുത്ത കഥ. ആലോചിച്ച് മക്കളെ വളർത്തുക. കരിയിലെടുപ്പിക്കേണ്ട പ്രായത്തിൽ കരിയിലെടുപ്പിക്കുക, അല്ലെങ്കിൽ വൻ വിപത്തിനെ നേരിടേണ്ടി വരും. ഇപ്പോൾ അവന് തോന്നുന്നുണ്ട് എല്ലാം വേണ്ടിയിരുന്നില്ല എന്ന്. പക്ഷേ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഒക്കെ കഴിഞ്ഞില്ലേ. ഇനി ജയിൽവാസം. കൊലക്കയറാണ് അത്യാവശ്യം വേണ്ടത്. അതുപോലെ തന്നെ ഉമ്മയ്ക്കും. ഉമ്മ നല്ല മിടിക്കുക. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊരു മോനെ വളർത്തി പരുവത്തിനാക്കിയത്. ബാക്കി നമുക്ക് കണ്ടറിയാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.